നമസ്കാരം. ഏവർക്കും പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് ഡിസംബർ 24, 2025 ബുധൻ. നാളെ ക്രിസ്മസ് അവധിയായതിനാൽ തന്നെ ഇന്ന് സെൻസെക്സിൻ്റെ വീക്കിലി എക്സ്പയറിയാണ്. തൽഫലമായി ഇന്ന് മാർക്കറ്റിൽ വോൾട്ടാലിറ്റിയും പ്രതീക്ഷിക്കേണ്ടതായിട്ട് വരും. ഇന്നലെ നേരിയ നേട്ടത്തോടു കൂടിയിട്ടാണെങ്കിലും തുടർച്ചയായി മൂന്നാമത്തെ ട്രേഡിംഗ് സെഷനിലും നിഫ്റ്റിക്ക് നേട്ടം നിലനിർത്തുവാനായെങ്കിലും ഇന്നലെയും തുടർച്ചയായി രണ്ടാമത്തെ ട്രേഡിംഗ് സെഷനിലും വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിൽ 1794.80 കോടി രൂപയ്ക്ക് സെല്ലിംഗ് തുടരുകയാണ് ഉണ്ടായത്. അതേസമയം ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ 3812.37 കോടി രൂപയ്ക്ക് ബൈയിങ്ങും തുടരുകയുണ്ടായി. ഇന്നത്തെ നമ്മുടെ മാർക്കറ്റിലേക്ക് സ്പെസിഫിക് ആയിട്ട് വന്നു കഴിയുമ്പോൾ അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെയൊക്കെ അഭിപ്രായങ്ങൾ പ്രകാരം ഇന്നലത്തേതുപോലെ തന്നെ നിഫ്റ്റിക്ക് ഇനി മുന്നോട്ടൊരു പ്രയാണം സാധ്യമാകണമെങ്കിൽ 26,200 എന്ന ലെവൽ അതിശക്തമായി മറികടന്നുകൊണ്ട് ഈ ലെവലിന് മുകളിലായിട്ട് നിലനിൽക്കേണ്ടതായിട്ടുണ്ട്. അതേസമയം 26,000 എന്ന ലെവൽ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഡൗൺ സൈഡിലേക്ക് സൈക്കോളജിക്കൽ മാത്രമല്ല ക്രൂഷ്യലായതിനാൽ തന്നെ ഈ ലെവൽ ഇന്ന് നിഫ്റ്റി ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ സെല്ലിംഗ് പ്രഷറും അനുഭവപ്പെട്ടേക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ട്രേഡ് റെക്കമെൻഡേഷൻ അല്ല, അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെയൊക്കെ അഭിപ്രായങ്ങൾ മാത്രമാണ്. എഡ്യൂക്കേഷൻ പേർപ്പസിനു വേണ്ടിയിട്ടാണ് ഈ ലെവലുകൾ വിശദീകരിക്കുകയും ഉണ്ടായത്. ഇന്ന് ഇന്ത്യയിൽ നിന്നും പ്രധാനപ്പെട്ട മാക്രോ ഇക്കണോമിക് ഡാറ്റകളുടെ റിലീസ് ഒന്നും തന്നെയില്ല. ഇന്നലെ US നിന്നും റിലീസ് ചെയ്യപ്പെട്ട Q3 Q2 GDP ഗ്രോത്ത് റേറ്റിൽ മാർക്കറ്റ് ഫോർകാസ്റ്റിനെയൊക്കെ മറികടന്നുകൊണ്ട് 2 വർഷത്തിനിടയിലെ ഏറ്റവും വേഗതയേറിയ വളർച്ച പ്രതീക്ഷകളെ മറികടക്കുകയോ തന്നെയുണ്ടായി. എന്നാൽ അതേസമയം റിലീസ് ചെയ്യപ്പെട്ട ഒക്ടോബർ മാസത്തെ ഡ്യൂറബിൾ ഗുഡ്സ് ഓർഡേഴ്സിൽ മാർക്കറ്റിനെ നിരാശപ്പെടുത്തിക്കൊണ്ട് മോശമായിട്ടുള്ള റിസൾട്ടാണ് വരികയും ഉണ്ടായത്. ഇന്ന് US മാർക്കറ്റ് നേരത്തെ വ്യാപാരം അവസാനിപ്പിക്കും. മാത്രമല്ല നാളെയും അവധി തുടരുകയും ചെയ്യും. ക്രിസ്മസ് ആയതിനാൽ തന്നെ ഇതേ അവസ്ഥ തന്നെയാണ് ഇന്ന് യൂറോപ്യൻ മാർക്കറ്റ്സിലും. അതുകൊണ്ട് തന്നെ ഇന്ന് പ്രധാനപ്പെട്ട ഗ്ലോബൽ ഇവന്റുകൾ ഒന്നും തന്നെയില്ല. ലീഡിംഗ് ആയ ADR സ്റ്റോക്സിൽ ICIC ബാങ്ക് ADRന് 0.5% നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാനായപ്പോൾ ഇൻഫോസിസ് ADRൽ ഇന്നലെയും ഇടിവ് തുടരുകയാണ് ഉണ്ടായത് 3.08%. അതേസമയം വിപ്രോ ADRനും 1.5% നഷ്ടം നേരിടേണ്ടതായിട്ട് വന്നു. ആക്സിസ് ബാങ്ക് ADRന് 0.5%, ഡോക്ടർ റെഡ്ഡീസ് ADRന് 0.5% നഷ്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കേണ്ടി വന്നപ്പോൾ HDFC ബാങ്ക് ADRന് നേരെ നഷ്ടത്തോടുകൂടിയും വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ട് വന്നു. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിക്കാം. ഇന്നലെ US മാർക്കറ്റിൽ വീണ്ടും നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിച്ചതിനെ തുടർന്ന് S&P 500ന് വീണ്ടും ഫ്രഷ് റെക്കോർഡ് ഹൈ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് 0.5% നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാനും സാധിച്ചു. നാസ്ഡാക്കിനും ഇന്നലെ 0.5% നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാനും സാധിക്കുകയുണ്ടായി. മാത്രമല്ല നാസ്ഡാക്ക് അതിൻ്റെ 52 വീക്ക് ഹൈയുടെ 2% താഴെയായിട്ട് എത്തിച്ചേരുവാനും സാധിക്കുകയുണ്ടായി. ഡോ ജോൺസ് ഫ്യൂച്ചറും നേട്ടത്തിൽ തന്നെയാണ് വ്യാപാരത്തിൽ നിലവിൽ തുടർന്നുകൊണ്ടിരിക്കുന്നത്. യൂറോപ്യൻ മാർക്കറ്റ്സിൽ UK മാർക്കറ്റിന് 0.5% നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിച്ചപ്പോൾ ഫ്രാൻസ് മാർക്കറ്റിന് 0.5% നഷ്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നു. ജർമ്മൻ മാർക്കറ്റിന് 0.5% നേട്ടവും കൈവരിക്കുവാനായി. ഇന്ന് വെളുപ്പിന് 2:45 വ്യാപാരം അവസാനിപ്പിച്ച ഗിഫ്റ്റ് നിഫ്റ്റിയുടെ ഇൻഡിക്കേഷൻ പ്രകാരം പോസിറ്റീവായിട്ടുള്ളൊരു ഓപ്പണിംഗ് ആണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യുവാനായിട്ട് സാധിക്കുക. ഏഷ്യൻ മാർക്കറ്റ്സിൽ ജപ്പാൻ മാർക്കറ്റ് 0.5%യും കൊറിയൻ മാർക്കറ്റ് 0.5%-നടുത്തും നേട്ടത്തിലാണ് വ്യാപാരം ഇന്ന് ആരംഭിച്ചിട്ടുള്ളത്. കൊമോഡിറ്റിയിലേക്ക് വരുമ്പോൾ ബ്രെന്റ് ക്രൂഡിന്റെ വിലയിലും ക്രൂഡ് ഓയിലിന്റെ വിലയിലും ഇന്നലെ നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം വീണ്ടും കുതിച്ചുചാട്ടം നടത്തുക തന്നെയുണ്ടായി. ബ്രെന്റ് ക്രൂഡിന്റെ വില $62.55 പെർ ബാരൽ എന്ന നിലയിലായിട്ടും ക്രൂഡ് ഓയിലിന്റെ വില $58.55 പെർ ബാരൽ എന്ന നിലയിലുമായിട്ടാണ് വ്യാപാരം തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഗോൾഡിന്റെ വിലയിലും ഉയർച്ച തന്നെയാണ് അനുഭവപ്പെടുന്നത്. 4,500 എന്ന സൈക്കോളജിക്കൽ ലെവൽ മറികടന്നുകൊണ്ട് ഫ്രഷ് റെക്കോർഡ് ഹൈയും ക്രിയേറ്റ് ചെയ്യുകയുണ്ടായി. നിലവിൽ $4,515.05 പെർ ഔൺസ് എന്ന നിലയിലായിട്ടാണ് ഗോൾഡിൽ വ്യാപാരം തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് സ്പെസിഫിക് ആയിട്ട് നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും ടെക്നിക്കൽസിലേക്ക് പ്രവേശിക്കാം. ഇന്നലത്തോടുകൂടി ഈ മാസത്തെ നിഫ്റ്റിയുടെ വീക്കിലി കോൺട്രാക്ട്സുകളൊക്കെ അവസാനിച്ചു. ഇനി ഈ മാസത്തെ മന്ത്ലി കോൺട്രാക്ട്സുകളാണ് അവശേഷിക്കുന്നത്. ഇന്നത്തോടുകൂടി ഈ മാസാവസാനത്തിലേക്കുള്ള ഓപ്പൺ ഇൻട്രസ്റ്റുകളൊക്കെ ഏകദേശം നിഫ്റ്റിയിൽ ക്രിയേറ്റ് ചെയ്യപ്പെടും. PCR 1.09 എന്ന നിലയിലും മാക്സ് പെയിൻ 26,100 എന്ന ലെവലിലുമായിട്ട് നിലകൊള്ളുന്നു. മാർക്കറ്റ് പാർട്ടിസിപ്പൻസിന്റെ ഇടയിലുള്ള ഇൻഡിസിഷനെ സൂചിപ്പിച്ചുകൊണ്ട്
അപ്പർ ആൻഡ് ലോവർ ഷാഡോസോട് കൂടിയിട്ടുള്ള സ്മോൾ ബോഡീഡ് ബെയറിഷ് ക്യാൻഡിലാണ് നിഫ്റ്റിയുടെ ഡെയിലി ചാർട്ട്സിൽ നിന്നും ദൃശ്യമാകുന്നത്. ഇന്നലെയും എല്ലാ കീ മൂവിംഗ് ആവറേജുകളുടെ മുകളിലായിട്ടും വ്യാപാരം അവസാനിപ്പിച്ച് തുടരുവാനുമായി RSIയും നേരിയ ഉയർച്ച രേഖപ്പെടുത്തിക്കൊണ്ട് 58.70 എന്ന ലെവലിലേക്കും എത്തിച്ചേരുകയുമുണ്ടായി. മന്ത്ലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 27,000 എന്ന സ്ട്രൈക്കിലാണ് കോൾ സൈഡിൽ ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നതെങ്കിലും 26,200 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ കോൾ റൈറ്റിംഗ് നിലവിൽ കാണുവാനായിട്ട് സാധിക്കുക. 26,000 എന്ന സ്ട്രൈക്കിലാണ് പുട്ട് സൈഡിലേക്കും ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നതെങ്കിലും 26,200 എന്ന സ്ട്രൈക്കിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗും നിലവിൽ കാണുവാനായിട്ട് സാധിക്കുക. ബാങ്ക് നിഫ്റ്റിയുടെ PCR 0.78 എന്ന നിലയിലും മാക്സ് പെയിൻ 59,300 എന്ന ലെവലിലുമായിട്ട് നിലകൊള്ളുന്നു. ഇന്നലെ നേരിടേണ്ടി വന്ന നേരിയ ഇടിവിന്റെ ഫലമായിട്ട് ബയേഴ്സിന്റെയും സെല്ലേഴ്സിന്റെയും ഇടയിലുള്ള ഇൻഡിസിഷനെ സൂചിപ്പിച്ചുകൊണ്ട് അപ്പർ ആൻഡ് ലോവർ ഷാഡോസോട് കൂടിയിട്ടുള്ള ബെയറിഷ് ക്യാൻഡിലാണ് ബാങ്ക് നിഫ്റ്റിയുടെ ഡെയിലി ടൈം ഫ്രെയിമിൽ നിന്നും ദൃശ്യമാകുന്നതും. RSIയും നേരിയ ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ട് 55.99 എന്ന ലെവലിലേക്കും എത്തിച്ചേരുകയുണ്ടായി. എങ്കിലും എല്ലാ കീ മൂവിംഗ് ആവറേജുകളുടെ മുകളിലായിട്ട് വ്യാപാരം അവസാനിപ്പിച്ച് തുടരുവാനുമായി മന്ത്ലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 59,500 എന്ന സ്ട്രൈക്കിലാണ് കോൾ സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നതെങ്കിലും 60,700 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ കോൾ റൈറ്റിംഗ് നിലവിൽ കാണുക. 59,000 എന്ന സ്ട്രൈക്കിലാണ് പുട്ട് സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നതെങ്കിലും 59,300 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗ് നിലവിൽ കാണുന്നതും. ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇത് ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. റെയിൽ വികാസ് നിഗം ഡിസംബർ 23, അതായത് ഇന്നലെ മുതൽ പ്രാബല്യത്തിൽ വരുന്ന തരത്തിൽ ശ്രീ സലീം അഹമ്മദിനെ റെയിൽ വികാസ് നിഗത്തിന്റെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായി നിയമിക്കുകയുണ്ടായി. എംക്യുവ ഫാർമസ്യൂട്ടിക്കൽസ് ഗുജറാത്തിലെ ലഗാറിലുള്ള നിർമ്മാണ കേന്ദ്രത്തിന്റെ പരിശോധനയ്ക്കായി കമ്പനിക്ക് USFDAയിൽ നിന്നും എസ്റ്റാബ്ലിഷ്മെന്റ് ഇൻസ്പെക്ഷൻ റിപ്പോർട്ട് ലഭിക്കുകയുണ്ടായി. GPT ഇൻഫ്ര പ്രോജക്ട്സ് നോർത്ത് ഈസ്റ്റേൺ റെയിൽവേയിൽ നിന്ന് 199.2 കോടി രൂപയുടെ പുതിയ ഓർഡർ കമ്പനിക്ക് ലഭിച്ചു. സുരാന ടെലികോം ആൻഡ് പവർ മധ്യപ്രദേശിൽ 51.3 മെഗാവാട്ട് സൗരോർജ്ജ പദ്ധതി വികസിപ്പിക്കുന്നതിനായി കമ്പനിക്ക് 175 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു. വിക്രൻ എഞ്ചിനീയറിംഗ് ഓനിക്സ് റിന്യൂവബിൾസിൽ നിന്ന് കമ്പനിക്ക് 2035.26 കോടി രൂപയുടെ പുതിയ ഓർഡർ ലഭിക്കുകയുണ്ടായി. ടാറ്റ ബ്ലൂസ്കോപ്പ് സ്റ്റീലിന്റെ ഏക നിയന്ത്രണം ഏറ്റെടുക്കുന്നതിനായുള്ള ടാറ്റ സ്റ്റീലിന്റെ നിർദ്ദേശത്തിന് കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ അംഗീകാരം നൽകി. ഗെയിൽ ഇന്ത്യ ഛത്തീസ്ഗഡിൽ ഒരു ഗ്രീൻഫീൽഡ് ഗ്യാസ് അധിഷ്ഠിത വളം പദ്ധതിയുടെ വികസനത്തിനായി കമ്പനി സംസ്ഥാന സർക്കാരുമായി ഒരു ധാരണാപത്രത്തിൽ ഒപ്പുവെക്കുകയുണ്ടായി. ഏവർക്കും നല്ല ഒരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. വൈകുന്നേരം പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.